ഹായ് റെഡി വെൽക്കം ബാക്ക് ടു ബാൽക്കണി. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഇന്നലെ റിലീസായ ജനനായകൻ എന്ന വിജയ് മൂവിയെ പറ്റിയാണ്. മൂവിയെ പറ്റി ആദ്യം തന്നെ പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഇതിൽ തെളിഞ്ഞു വരുന്ന ടൈറ്റിൽ കാർഡ്. ഞാൻ ഇന്നേ വരെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല, ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. ഞാൻ ഇന്നേ വരെ ലൈഫിൽ വിചാരിച്ചിട്ടില്ല പുള്ളി ഒരു ചീഫ് മിനിസ്റ്റർ ആവുന്നു, ചീഫ് മിനിസ്റ്റർ ആയ ശേഷം ഒരു പുള്ളിയുടെ മൂവി ഇറങ്ങുന്നു, അല്ലെങ്കിൽ അത് കാണാൻ പറ്റുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല. സോ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ ലാസ്റ്റ് മൂവിയാണെന്നാണ് ഇത് പറയുന്നത്. സോ ഫാൻ ബോയ്സിനായിട്ടുള്ള എല്ലാവർക്കും ഇത് പോയി കാണാം, എൻജോയ് ചെയ്യാം. അങ്ങനെയുള്ളൊരു മൂവിയാണിത്. പുള്ളിയുടെ സിനിമകളൊക്കെ കാണാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളീനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും പോവാറ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മൂവി കൊള്ളാം. അല്ലാതെ കാര്യമായിട്ട് എടുത്തു പറയത്തക്ക സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ ബേസിക്കലി നമ്മൾ നോക്കാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇംഗ്ലീഷ് പടങ്ങളുടെയൊക്കെ മിക്സും സംഭവങ്ങളും അവസാനമൊക്കെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടു വളർന്ന കുറേ ഐ റോബോട്ട് അതേപോലെയുള്ള കുറേ സിനിമകളുടെയൊക്കെ ഒരു ഇതോളം ഇതിലേക്ക് വരുന്നുണ്ട്. ഈ മൂവിയെ പറ്റി എടുത്തു പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. പുള്ളിയുടെ ഇത്രയും സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മൂവിയിൽ വയലൻസ് ഇത്തിരി അധികം കൂടുതലാണ്. അധികം കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇത്രയും കാലത്തെ ഞാൻ കണ്ടുള്ള പടങ്ങളിലൊന്നും ഇത്രയും രക്തം തെറിക്കുന്നു അല്ലെങ്കിൽ തല വെട്ടുന്നതായുള്ള സീക്വൻസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വയലൻസ് വളരെ കൂടുതലാണ്. എന്നിരുന്നു കഴിഞ്ഞാലും വിജയിന് ഇഷ്ടമുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നമ്മൾ മൂവി കാണുന്നത് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ എൻ്റർടൈൻ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഈ മൂവിയിലുണ്ട്. പിന്നെ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിൽ ഒരു മ്യൂസിക് ഉണ്ട്, രാവണമവന്ത പറയുന്ന അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതിൽ പുള്ളീനെ കാണിക്കുന്ന സംഭവമൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രണ്ട് ആനയൊക്കെ വരുന്നൊരു സീനൊക്കെ ഉണ്ട് കാട്ടിൽ, അതൊക്കെ രസമായിട്ടുണ്ട്. സോ ഇതിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോങ്സ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ മമിത ബൈജുവിനടുത്ത് പറയാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് മൂവിയിൽ തുടക്കം തൊട്ട് എൻഡ് വരെ പുള്ളിക്കാരി ഉണ്ട്. അങ്ങനെ ഒരു സൈഡ് റോളൊന്നും അല്ല, പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇനിയൊരു ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് ആരും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അജിത്ത് ഫിലിം വിട്ട് റേസിങ്ങിലേക്ക് പോയി. പിന്നെ പുള്ളി ഉണ്ടായിരുന്നെങ്കിലും മലയാളത്തിൽ കേരളത്തിലൊന്നും അത്രയും ക്രൗഡൊന്നും പുള്ളിക്ക് അധികം സാധിച്ചിരുന്നില്ല. പിന്നെ ഇനി ആഘോഷിക്കപ്പെടാനുള്ളത് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അല്ലു അർജുൻ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ആഘോഷം എന്നുള്ളൊരു ലൈനിലുള്ള ഒരാളുള്ളൂ. വിജയ് എന്തായാലും ഇനി സിനിമയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. സോ അങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയുള്ള ഒരു ലാസ്റ്റ് മൂവിയാണ്. അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് താല്പര്യമുള്ളവർ പോയി കാണാം, അവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ വിജയുടെ എല്ലാ പടങ്ങളും ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കാണാനൊക്കെ പോവും. അത് എന്തോരം നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ കാഴ്ചയുള്ള ഇപ്പോൾ പൊടി വാർന്ന ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിജയുടെ സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി കാണും. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. സോ വിജയ് പടം എൻജോയ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഈ മൂവി പോയി കാണാം. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.